എല്ലാവർക്കും ഒരു മൺഡേ മോർണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായെന്നറിയാം നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ട് ആകെക്കൂടി തിരക്കായിരുന്നു. അതായത് എൻ്റെ ഒരു ജോബ് ടൈം എന്ന് വിചാരിച്ചാൽ ഇപ്പം മോർ ദാൻ 10 hours വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ടൈം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലും പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഫുള്ള് റെസ്റ്റിലുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ജോബിനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു MNCയിൽ. അപ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അതായത് വൈകുന്നേരം ഒരു 5 മണി തൊട്ട് രാവിലെ ഒരു 2:30 വരെ ഉള്ള ടൈമിങ്ങും ഉണ്ട്, 6 മണി തൊട്ട് 3:30 വരെയുള്ള ടൈമിങ്ങും ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് 3:30 ഒന്നുമല്ല, 4 മണി 5 മണി ആ ഒരു സമയമൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ റൊട്ടീനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഒരു ദോശമാവൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സാത്തിക്കുട്ടിക്ക് ഒരാഴ്ച ഫുള്ള് എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ മൺഡേ മാത്രമേ ഉള്ളൂ ഞാൻ ഈ ദോശയൊക്കെ കഴിക്കുന്നത്. അല്ലാത്തുള്ള ദിവസം ഞാൻ 10-11 മണിയൊക്കെ ആവും മിക്കവാറും എണീക്കാൻ. 10:30 എന്തായാലും ആവും. ആ സമയം കഴിയുമ്പം പിന്നെ ഓട്സ് കാച്ചിയതാണ് കേട്ടോ കുടിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റൂട്ടീനും ഒക്കെ. ഞാൻ നോക്കിയപ്പോൾ ആത്തുകുട്ടി നല്ല കൂസ് ഉറക്കം. അന്നേരം രാവിലെ ഒന്ന് ചിരിപ്പിച്ച് ഇക്കളി ആക്കി കാർട്ടൂൺസിനെ പോലെ സംസാരിക്കത്തില്ലേ, അങ്ങനെയൊക്കെ സംസാരിപ്പിച്ചാട്ടോ എണീക്കുന്നത്. കാരണം പിള്ളേരെ ഭയങ്കര ഷൗട്ട് ചെയ്ത് നമ്മൾ എണീപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഒരു മൂഡും നെഗറ്റീവായിരിക്കും. പിന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ അതിങ്ങനെ ബാധിക്കുമെന്ന് ഓരോ കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അതിനകത്ത് ഞാൻ കേട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ്. അതിന് ശേഷം ഞങ്ങൾ വഴക്ക് കൂടുകയാണെങ്കിൽ പോലും രാവിലെ നല്ല ഹാപ്പി ആയിട്ട് എണീപ്പിക്കും. പിന്നെ ദോശയൊക്കെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാത്തിക്കുട്ടി റെഡി ആയിട്ട് വരുമ്പോൾ അവൾ വാരി കഴിച്ചോളും. അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ട് അതൊക്കെ റെഡിയായി വന്നപ്പം സാത്തിക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ എനിക്ക് ജസ്റ്റ് മുടി ഒന്ന് കോംപ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ചില ദിവസത്തെ മൂഡിൽ മാത്രം ഞാൻ യൂണിഫോം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. പിന്നെ ചൊവ്വാഴ്ച തൊട്ട് അമ്മ വരും. അമ്മ വരുമ്പോഴും ഇതേ കണക്കാണ്. സാത്തി തന്നെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എനിക്കൊന്ന് വർക്കിംഗ് വിമൻസിൻ്റെ മക്കളൊക്കെ ഒരുവിധം സ്വയം പര്യാപ്തത നേടിയവരാണ്. കാരണം അവർ നമ്മളിപ്പോൾ വീട്ടിൽ ഫുൾ ടൈം നിൽക്കുന്ന കണക്ക് അവരെ കൈ പിടിപ്പിക്കത്തില്ലല്ലോ. അന്നേരം അവർ ഇതെല്ലാം താനെ ചെയ്ത് ശീലമാകും. അപ്പം ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് വിമൻസിന് മാത്രമല്ല, ഹൗസ് വൈഫ് ആണെങ്കിലും അവരും ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ ഫുൾ ടൈമാണ്. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പിള്ളേരെ കൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ടങ്ങ് ചെയ്യിപ്പിക്കുക, അങ്ങോട്ട് മൈൻഡേ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇനി അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആകും കേട്ടോ. സൺസ്ക്രീമും പിന്നെ നമ്മുടെ അതുപോലെ കണ്ണെഴുതുന്ന കരിയും. ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ വരാൻ തുടങ്ങിയോ? ചൂട് കാരണം എന്താ പറയുക, 2-3 പ്രാവശ്യമൊക്കെയാണ് നമ്മളിന്ന് കുളിക്കുന്നത്. വെള്ളത്തിനാണെങ്കിൽ അതിനും ഷോർട്ടാണ്. അപ്പം ഇത് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഫെഡപ്പായിട്ടിരിക്കുക നേരം ഇതേ കണക്കത്തുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഞാൻ സ്വയം മേടിക്കുക. അല്ലെങ്കിലും നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതേ കണക്കത്തുള്ള കുഞ്ഞ് ആക്സസറീസ്, പിന്നെ കുറച്ചൊന്ന് ഒരുങ്ങുന്ന സാധനങ്ങൾ. അതൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ നമുക്ക് നൽകും. ഞാനാണെങ്കിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായിരുന്നു. കാരണം അത്രയ്ക്കും വർക്ക് ലോഡൊക്കെ വന്നിട്ട് നമുക്ക് എന്തിനും സാത്തിക്കുട്ടിക്ക് രാത്രി ഫുഡ് കൊടുക്കാൻ പോലുള്ള നേരം എനിക്കില്ല. അപ്പോൾ അമ്മ ചെയ്തോളും. ഞാൻ ഫുള്ള് പിന്നെ രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും ഞാൻ ഫുഡ് കഴിച്ച് അതൊക്കെ എടുത്ത് വെക്കുന്നത്. ആകെ കൂടി ഒരു റെസ്റ്റ്ലെസ് ലൈഫ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാനൊന്ന് സെറ്റ് ഓഫ് ആവുന്നത് സാറ്റർഡേയ്സിലായിരിക്കും മിക്കവാറും. അന്നേരം ഞാൻ നന്നായിട്ട് റിലാക്സ് ചെയ്യും. സ്ക്രീൻ ടൈമൊക്കെ അങ്ങ് മാക്സിമം കുറയ്ക്കും. ഫോണൊക്കെ എടുത്തും വച്ച് മാറ്റി ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങും. പിന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെ സാത്തിക്കുട്ടിയെ കൊണ്ടുപോകാൻ നേരമാണ് കണിക്കൊന്നയൊക്കെ പൂത്തിരിക്കുന്നത്. അതെ, ഏപ്രിൽ മാസം ആകുമ്പം നമ്മുടെ വിഷു വരുമല്ലേ. അതായത് എൻ്റെ വീട്ടിലെ ഫസ്റ്റാണ്, ഈ ഒരു പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു. അപ്പം വിഷുവിന് ഇപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു സാരി ബ്ലൗസൊക്കെ മേടിച്ച് തയ്പ്പിക്കാൻ കൊടുക്കാമെന്ന്. ഇതാണ് കണ്ടോ മൺഡേ മോർണിംഗിൽ എൻ്റെ കുട്ടി എത്ര എനർജറ്റിക്കാണ്. അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അത് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന് ഓരോ കഥ പറച്ചിലും പിന്നെ സ്റ്റാറ്റസ് കാണലും ഇൻസ്റ്റയിൽ ഇരുന്ന് നോക്കലും ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മസാല ഉണ്ടാക്കിയായിരുന്നു. കിഴങ്ങ് കുറേ, അതായത് വർക്കിംഗ് ഡേയ്സിലൊന്നും
അതേപോലെ മേടിച്ച് വെച്ചിട്ട് അതൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ഞാൻ സാറ്റർഡേ അല്ല സൺഡേ ഇത് കണക്ക് കിഴങ്ങ് ഒന്ന് പുരട്ടി വെച്ചു. രാവിലെ സാത്തിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് വിചാരിച്ചാൽ തലേ ദിവസത്തെ അല്ലേ, അപ്പോൾ അവൾക്ക് വൈറ്റ് വേദന വരും. സ്ഥിരമുള്ള ഏർപ്പാടാണ്. അവൾ ചില സമയം വാശി പിടിക്കും, സാമ്പാറൊക്കെ തലേ ദിവസത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞു. ചില സമയങ്ങളിൽ അത് ചൂടാക്കി കൊടുക്കുമ്പം അവൾക്ക് വയറ്റിൽ അങ്ങോട്ട് ശരിയാവത്തില്ല. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഞാനിങ്ങനെ പുറത്ത് നിന്ന് നോക്കിയപ്പോഴാണ് എന്താണ്ട് ഈ ദോശ ഇങ്ങനെ കരിഞ്ഞു പോയത്. ഇവിടെ അത്യാവശ്യം ഭയങ്കര പട്ടിശല്യം കേട്ടോ, പുറത്തിങ്ങനെ കുരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാം. അന്നേരം മതിൽ കെട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് മണ്ണ് ഇവിടെ പുരയുടെ ഒക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയുള്ള മണ്ണൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇവിടെ വെള്ളമൊക്കെ തീർന്നു കേട്ടോ. കിണറ്റിലൊക്കെ വെള്ളം നല്ല കുറവാണ്. ഞാൻ സത്യക്കുട്ടി ഉണ്ടോണ്ട് മാത്രം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കും ഒരുപാട് പിള്ളേരുള്ള വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ. കനാലും തുറന്നു വിട്ടിട്ടില്ല. കനാൽ തുറന്നു വിടുവാണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. പൈപ്പ് ലൈനിൽ ഇപ്പോൾ പൈപ്പ് ലൈൻ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്, അതിൽ എയർ അല്ലാതെ വെള്ളമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര കംപ്ലയിൻസ് ആണ് അത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിയിട്ടേക്കുന്ന നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. നമ്മൾ ഒരുപാട് സിങ്കിനകത്ത് പാത്രങ്ങളാണെങ്കിൽ ഒരുമിച്ച് കഴുകി വെക്കുന്നത് ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഒരുപാട് ഹെവി കുക്കിംഗ് ഒക്കെ വരാൻ നേരം സിങ്കിനകത്ത് തന്നെ പാത്രം ഇട്ടേക്കും. കാരണം ആ പാത്രം തന്നെയായിരിക്കും പിന്നെയും കഴുകി വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് ഒരുമിച്ച് കഴുകി വെക്കത്തേ ഉള്ളൂ കേട്ടോ കുക്കിംഗ് സമയത്ത്. ഇതിപ്പം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ഇതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എല്ലാ ദിവസമൊന്നും ഞാനിങ്ങനെ തൂക്കത്തെയൊന്നുമില്ല. പക്ഷേ തിങ്കളാഴ്ച ആയപ്പം അവിടെ കുറച്ച്, അതായത് ഫ്രണ്ട് റൂം കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനൊരു സാറ്റർഡേ ആണ് ഞങ്ങളുടെ ക്ലീനിങ് ഡേ. അതായത് വീട് ഫുള്ള് തൂത്ത് തുടച്ച് പൊടിയടിച്ച് വൃത്തിയാക്കുന്ന ഒരേ ഒരു ദിവസം സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ കഴിയുന്നതും പുറത്തൊന്നും പോവാതിരുന്ന് ഇതെല്ലാം ക്ലീനാക്കി ഇടുന്നത്. ചില ആൾക്കാർ പറയും, അയ്യോ ഞങ്ങൾ വീട് അങ്ങ് വർഷത്തിൽ ഇപ്പോൾ ഓണം വരുമ്പം ഇങ്ങനെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യില്ല കേട്ടോ. ആഴ്ച ഒരു ദിവസം നിങ്ങൾക്ക് ഫെസ്റ്റിവലാണെന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ഓണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വരുമ്പം അധികം നമുക്ക് പണി എടുക്കേണ്ടി വരത്തില്ല, ജോലിക്കാരെ നിർത്തേണ്ടി വരത്തില്ല. പിന്നെ അത്രയും വീട് ചളവാക്കി കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാണ്ട് ജോലിക്ക് ആളെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താവോ, കുറേ ആൾക്കാർ സ്വന്തമായിട്ട് ചെയ്തിട്ട് വയ്യാണ്ടായിട്ട് ആ ഒരു പൈസ എവിടെയാണ്, ഹോസ്പിറ്റലാണ് കൊണ്ട് കൊടുക്കുന്നത്. അന്നേരം നമ്മുടെ ആരോഗ്യവും പോവും, നമുക്ക് പിന്നെ അതിനുശേഷം റെസ്റ്റും വേണം. അങ്ങനെയൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡസ്റ്റ് അലർജി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം ക്ലീൻ ചെയ്തിടും. അല്ലെങ്കിൽ ആ പൊടി ഇത്രയും കൂടെ കയറിയിട്ട് എനിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് മാത്രമല്ല, ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയാലും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എൻ്റെ ഉച്ചത്തെ പിന്നെ ഇന്നലത്തെ കറി ഇരിപ്പുണ്ടായിരുന്നു, മീൻകറി, അത് ചൂടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ചോറും അതേ കണക്ക് രാവിലെ വെച്ച് അതായത് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. നമ്മുടെ ചോറും മീൻകറിയും ഒക്കെ റെഡിയായി. ഞാൻ 2 ദിവസം കൂടുമ്പം കറി വെക്കും. പിന്നെ ഇവിടെ ഫിഷ് മാർക്കറ്റ് അടുത്തുണ്ട്, അവിടെ ചെന്ന് മേടിക്കുക. അന്നേരം തന്നെ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ തേങ്ങയൊക്കെ ചുരണ്ടാറുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചുരണ്ടി വെക്കണം. ഉള്ളി പൊളിക്കാറുണ്ടെങ്കിൽ അത് പൊളിച്ച് വെക്കുക. പിന്നെ ഇഞ്ചിയൊക്കെ ചുരണ്ടി അതൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതൊക്കെയാണ് കേട്ടോ വർക്കിംഗ് വിമൻസിൻ്റെ ടിപ്പ്. അന്നേരം നമ്മുടെ സാത്തിക്കുട്ടിക്ക് വൈകുന്നേരം വരാൻ നേരം ഞാൻ കറക്റ്റ് ജോലിക്ക് ഇരിക്കാൻ നേരം അവൾക്ക് ഭയങ്കര വിശപ്പാണ്. ഇവിടെ സ്നാക്സ് ഞാൻ അധികം കൊടുത്തങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തില്ല. പകരം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറുക്ക്, ഓട്സ്, മുട്ട വറുത്തത്, അവൾക്ക് മുട്ട ബുൾസൈ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഓരോ മുട്ട വെച്ച് അത് കൊടുക്കുന്നത് നല്ല കേട്ടോ. താറാമുട്ടയോ കോഴിമുട്ടയോ ഏതാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡെയിലി അത് പ്രിപ്പയർ ചെയ്ത് അത് പാനിനകത്ത് വെക്കും. അമ്മ വന്നതിന് ശേഷം അവൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് അന്നേരം പാനിൽ നിന്ന് ചൂടാക്കി അവൾക്ക് കൊടുക്കും. അന്നേരം അവൾക്ക് ആ ഒരു സ്നാക്സിനോടുള്ള ഒരു കമ്പങ്ങ് തീരും. അതുപോലെ തന്നെ എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഒരു അഡിക്ഷനായിരുന്നു. സ്നാക്സ് ഈയിടെയായിട്ട് ഭയങ്കര അഡിക്ഷനായിരുന്നു കുറേ. അപ്പോൾ ഞാനതെങ്ങനെയാണ് മാറ്റിയെന്ന് പറഞ്ഞുതരാം. കട്ടൻ ചായ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടത്തില്ല. അന്നേരം ഞാൻ സ്കിപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ചോറ് മാത്രം കഴിച്ച് ഒരാഴ്ച ഞാൻ ശീലിച്ചു. അപ്പം ഞാൻ ഈ കട്ടൻ ചായയുടെ ആ ഒരു
തോട്ടുണ്ടല്ലോ, നമ്മൾ രാവിലെ എണീക്കാൻ അന്നേരം കട്ടൻ ചായ കുടിക്കുക, അതങ്ങ് മാറിക്കിട്ടി. ഇനി വൈകുന്നേരമുള്ള ആ ഒരു കട്ടൻ ചായ കുടിയും കൂടി ഒന്ന് നിർത്തണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ കട്ടൻ ചായക്ക് അത്യാവശ്യം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അത് കുറച്ച് നല്ലതാണ്, പ്രത്യേകിച്ച് ജലദോഷമൊക്കെ ഉള്ളൊരു സമയത്തില്ലേ, അത് നമുക്ക് നന്നായിട്ടിരിക്കും. അതുപോലെ സ്നാക്സിൻ്റെ കേസിൽ ഞാൻ എങ്ങനെയാണ് നിർത്തിയെന്ന് വിചാരിച്ചാൽ ഇതേ കണക്ക് സെൽഫായിട്ട് തന്നെ വിചാരിച്ചു ഇതൊന്ന് ശരിയാക്കണമെന്ന്. അന്നേരം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നു. നമ്മുടെ ലെൻസ് കാർട്ടിൽ നിന്നായിരുന്നു ആ കോള് കേട്ടോ. ഞാൻ ഐ ടെസ്റ്റ് കഴിഞ്ഞ് അവിടെ കണ്ണാടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ബ്രാൻഡാണ് കേട്ടോ, നമുക്ക് നന്നായിട്ട് മേടിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയാം, നമ്മുടെ കണ്ണാടിക്കകത്ത് ഇങ്ങനെ മോയ്സ്ചർ കണക്ക് അടിക്കത്തില്ലേ, നമ്മൾ കുക്ക് ചെയ്യാൻ നേരവും അല്ല ചായ കുടിക്കാൻ നേരം, അത് തന്നെ വൈപ്പ് ഔട്ട് ആവും. അതാണ് എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ഞാൻ ആദ്യമേ ബൈ 1 get 1 ഫ്രീ ആ ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്കും മോക്കും വേണ്ടിയുള്ള ഒരു മഞ്ഞ കണ്ണാടിയിൽ അത് മേടിച്ചു. അതിൻ്റെ സെക്കൻഡ് സ്കീമിൽ ഞാനൊരു കൂളിംഗ് ഗ്ലാസും പിന്നെ ഫ്രെയിംലെസ്, ഞാൻ പുറത്തോട്ടൊക്കെ പോകുന്നേരം ഈ മഞ്ഞ കണ്ണാടി വെച്ചുകൊണ്ട് പോകാൻ എനിക്കൊരു നാണക്കേട് പോലെ, അപ്പോൾ ഞാൻ അതുപോലെ ഫ്രെയിംലെസ്സും കൂടെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇത് 2 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും ഈ കണ്ണാടികളൊക്കെ ഒന്ന് മാറ്റുന്നത്. പിന്നെ വാങ്ങുമ്പം ഞാൻ അൺബ്രാൻഡഡ് ആയിട്ടുള്ള കണ്ണാടികളും വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ലാസ്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് എല്ലാവരും പറഞ്ഞ് ലെൻസ് കാർട്ടിൽ നല്ല ഫീഡ്ബാക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് മേടിച്ചാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നും. ഒത്തിരി എന്തെന്ന് ക്യാറ്റ് ലുക്ക്, ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ നമുക്ക് ചെന്ന് മേടിക്കുമ്പം. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിരുന്നു ധന്യ. അപ്പം ഞങ്ങൾക്ക് സൊഡക്സും ഉണ്ട് കേട്ടോ, ഒരു 800 രൂപയ്ക്ക് നമുക്ക് ഫുഡ് കൂപ്പൺ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഓഫീസിൻ്റെ വക. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഞാൻ കൂടുതലും പിന്നെ പഞ്ചസാര, തേയില, അതുപോലെ നമ്മുടെ ഡെയിലി യൂസിന് ഉള്ള കാര്യങ്ങളല്ലേ, അതെല്ലാമായിരുന്നു ഈ ഒരു 800 റുപ്പീസിന് ഞാൻ മേടിക്കുന്നത്. അതുകൊണ്ട് ബാക്കി എനിക്ക് തോന്നുന്ന ഓരോ ആഴ്ച ഒരു 500-600 രൂപയ്ക്ക് അല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഫൈനലി എൻ്റെ വക വിമൻസ് ഡേ ആശംസകൾ കേട്ടോ. കൂടുതലും നമ്മൾ ലേഡീസ് തന്നെയാണ് ഈ വ്ളോഗ്സൊക്കെ കാണുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കണം. അതിനു വേണ്ടി പഠിച്ച് ഒരു ജോലി മേടിക്കുക. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോബിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം, എവിടെയൊക്കെയാണോ ഓൾട്ടർനേറ്റീവ് ചോയ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ജോബ് സെക്യൂർ ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ഒരു സ്ട്രോങ് ഡിസിഷൻ മേക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ആരുടെ അടുത്തൊരു അഡിക്ഷനും പാടില്ല. സോഷ്യൽ മീഡിയ എടുത്ത അഡിക്ഷൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു വ്യക്തി എടുത്ത അഡിക്ഷൻ പാടില്ല. കൂടുതലും ബുക്സ് വായിക്കുക, ഓഡിയോ ബുക്സ്. ഞാൻ എപ്പോഴും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അവർ ഓഡിയോ ബുക്സ് മേടിച്ചിട്ട് പല പല കോൺസെപ്റ്റ് ഉണ്ട്. ഈ ലോകത്ത് തന്നെ പല രീതിയിലും നമുക്ക് ചിന്തിക്കാം, പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മുടെ മനസ്സ് വിഷമിക്കാതെ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അതാണ് ഏറ്റവും കൂടുതലും വേണ്ടത്.